കഷ്ടമാണ്, ഒരു കാര്യം ലോഡാവൂല. ഇനി ഫോണിന്റെ കുഴപ്പമാണോ അതോ റേഞ്ച് ആണോ? അയ്യോ, നെറ്റ് ഓൺ ചെയ്തില്ല. എന്തൊരു മണ്ടത്തരം. വന്ന് മണ്ടത്തരം കൂടി വരികയാണ് എനിക്ക്. മകളെ, അമ്മ പായസം ഉണ്ടാക്കിയാ? അറിയില്ല അച്ഛൻ. അറിയില്ലേ? മോൾ അടുക്കളയിലോട്ട് പോയില്ലേ? അത് പോയില്ല. മക്കളെ എന്ത് കരയണം? എന്തിന്? ഒന്നുമില്ല. റിങ്കി, എന്ത് കാര്യം പറ. അമ്മ എന്നെ ഒരുപാട് തല്ലി അച്ഛ. അമ്മ തല്ലി? എന്തിന്? ഞാൻ വരുന്ന വഴിക്ക് മാമൻ കാല് നീട്ടി വെച്ചോണ്ടിരുന്നു. ഞാൻ അറിയാതെ അത് തട്ടി വീണപ്പോ എന്റെ പുറമാണ് ഇടിച്ച് വീണത്. അയ്യോ. എന്നിട്ട് ഞാൻ മാമനോട് മാപ്പ് പറയണം, കാലി തൊട്ട് തൊഴണം എന്നൊക്കെയാ പറയണേ. അത് പിന്നെ നടക്കുന്ന വഴിയിൽ കാല് നീട്ടി വെച്ചാ കാല് നീട്ടി വീഴില്ലേ? മാപ്പ് പറയണതാ? കാല് പിടിക്കണോ? എന്തിന്? 1/2 മണിക്കൂറിനുള്ളിൽ മാപ്പ് പറയണം. അതുപോലെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. ഓ, അത്ര ആങ്കര അവൾക്ക്. എന്റെ മോൾ ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കണം ഞാൻ തീരുമാനിക്കും, അവളല്ല. മാപ്പ് പറയണം. മോള് ഒരു മാപ്പ് ഒന്നും പറയണ്ട. അതെ, നീ വന്നേ, ഞാൻ ചോദിക്കട്ടെ. നീ വാ. അടിച്ചിരിക്കുന്നവള്. അച്ഛനും മോളും ഒന്നായി, നമ്മൾ പഴഞ്ചനായി. ആവശ്യമില്ലാതെ മോളെ ഞാൻ സംസാരിക്കാൻ പോയത്. അല്ല മാമ അങ്ങനെയൊന്നും വിചാരിക്കില്ല, അങ്ങ് ക്ഷമിച്ചേക്ക്. അവൾ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ. എന്തോന്നോ പറ്റിപ്പോയതല്ലേ. പ്രായത്തിൻ്റെതായിരിക്കും. പക്ഷെ ഈ പ്രായത്തിന്റെ അഹങ്കാരം ഇനി അവൾ ആരടുത്തും കാണിക്കാതിരിക്കാനേ ഉള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട്. മണി, നീ എന്തിനാ ഇവിടെ അടിച്ചത്? എന്തിനാണ് നമ്മളോട് തന്നെ ചോദിക്കും? അതെനിക്കറിയാം. അതെ, ഈ ആൾക്കാർ നടക്കണ വഴിയിൽ കാല് നീട്ടി ചിലപ്പോ കാലിൽ കൊണ്ടുവന്നിരിക്കും. അതിന് മക്കളെ ഞാൻ പറഞ്ഞു, നിങ്ങൾ സംസാരിക്കും. അവൾക്ക് എന്ത് വേദന എടുത്തു തരുമ്പോ? എന്ത് വേദന എടുത്ത്? അഹങ്കാരം കാണിച്ച് ചെയ്തു കഴിഞ്ഞാൽ അടി കൊടുക്കും, ഇനിയും കൊടുക്കും. എന്തോന്നാ? കാല് നീട്ടിയിരുന്ന മുതിർന്നവരാണെങ്കിൽ കാല് തൊട്ട് നമസ്കരിച്ചിട്ട് പോണം. അതാണ് നമ്മുടെ സംസ്കാരം. ഇത് അവൾ അറിഞ്ഞോണ്ടൊന്നുമില്ല, അറിയാതെ പോയപ്പോ ഒന്ന് കാല് തട്ടി. അതുകൊണ്ട് ഉടനെ തന്നെ മാപ്പ് പറയണം, കാല് പിടിക്കണം. എന്തോന്നത്? എന്റെ കൊച്ചിനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പറഞ്ഞു വിലക്കാനുള്ള സ്വാതന്ത്ര്യം. പറഞ്ഞു വിലക്കണേ, തലങ്ങ് വിലങ്ങ് അടിക്കല്ലേ? ചില സമയത്ത് അഹങ്കാരം കാണിച്ച് തലങ്ങും വിലങ്ങും കൊടുത്താലും നന്നാവുള്ളൂ. നീ അടിക്കും, പിന്നെ പട്ടാള ചിട്ട. നമ്മൾ അടിച്ചില്ലെങ്കിൽ നാട്ടുകാർ കയറി. നാട്ടുകാരൊന്നും എന്റെ കൊച്ചിനെ അടിക്കുക. നീ നിന്നാ മതി. മോളെ വിഷമിക്കാതെ. മോളെ വിഷമം പട്ടാള ചിട്ട, അത് പരിപാടി പിന്നെ ഇതല്ലേ, ക്യാമ്പല്ലേ? മക്കളെ തെറ്റ് ചെയ്താൽ അടിച്ചു തന്നെ വളർത്തണം. അതാണ് ഞാൻ. നീ കൂടുതലോ ഒന്നും അടിക്കാനൊന്നും നിൽക്കണ്ട, അത് അവള് ശരിയായിക്കോളും. എന്റെ മോളെ ഞാനല്ലാതെ പിന്നെ ആര് പറഞ്ഞു? നിന്റെ മോള് എനിക്കറിയാം പറഞ്ഞേക്കാൻ. നീ കുറച്ച് ഒതുങ്ങി കേട്ടോ മണി. ഞാൻ ഒതുങ്ങി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. പെമ്പിള്ളേർ എന്ത് കഴിക്കുമ്പോഴേക്ക് പോകാം. പെമ്പിള്ളേർ ഒരു കുഴപ്പമില്ല, അവൾ ഇവിടെ കാര്യമായിട്ട് തന്നെ നടക്കുന്നത്. ഒന്ന് അവധി പറ്റിപ്പോയെന്ന് പറഞ്ഞ് പിന്നെ അതിൽ പിടിച്ചോ. അവള് ചെയ്തത് തെറ്റല്ല, അവളെ പറഞ്ഞു വിലക്ക് ഞാനാണ് തെറ്റുകാരി അല്ലേ? അതല്ലേ പറഞ്ഞു വന്നത്. നീ തെറ്റുകാരില്ല, നീ ഇങ്ങനെ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. കൊച്ചിനെ ഇത്ര ഉള്ള ഒരു കൊച്ചിനെ അടിച്ച് പൊട്ടിച്ച് വെച്ചിട്ട് കണ്ടില്ലേ അവള് ന്യായം പറയുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ എന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പൊ അതനുസരിച്ച് പോയാൽ മതി. ഇത്ര നാൾ എങ്ങനെയാണോ അതുപോലെ അങ്ങോട്ട് പോയാൽ മതി. അതുപോലെ അവൾ ഇവിടെ നിന്നോളൂ. മനസ്സിലായോ? മനസ്സിലായി, എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായി. ഇനി അവളുടെ എന്ത് കാര്യം വന്നാലും ഞാൻ ഇടപെടത്തില്ല. പിന്നെ നീ ഇടപെട്ടില്ലെങ്കിൽ അവളുടെ കാര്യമൊന്നും നടക്കില്ലല്ലോ. നീ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്, സൗകര്യം ഉണ്ടാവും. തള്ള ചത്തുപോയി വിചാരിച്ച എല്ലാരും പൊക്കോ. ഒരു കാര്യം പറയുമ്പോ അത് മനസ്സിലാക്കണം, അല്ലാതെ അതിന്റെ അപ്പുറത്തൊരു തർക്കുത്തരം പറയല്ലേ വേണ്ടത്. ഇനി അവളുടെ കാര്യത്തിൽ ഒന്നും നീ ഇടപെടണ്ട. എന്താ മകളെ ഒരു വിഷമം പോലെ? ഒന്നുമില്ല. പിന്നെ നീ കരയുന്നത്? ഒന്നുമില്ല. അല്ല, അതിപ്പോ ഞാൻ മുഖാന്തരമാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. ചേട്ടൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. കുഴപ്പമില്ല, ഞാൻ ഓവർ റിയാക്ട് ചെയ്താണ് പ്രശ്നം. അവളെ പോയി ഒരുപാട് അടിക്കുകയൊന്നും ചെയ്യേണ്ടിരുന്നില്ല. എന്റെ ഭാഗത്ത് തന്നെ തെറ്റ്. എടി, അതിനകത്ത് വലിയ തെറ്റൊന്നും ഇല്ലെന്നേ. മക്കളാവുമ്പം തള്ളമാരെ അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയുകയൊക്കെ ചെയ്യും, അതിനകത്തൊന്നും കാര്യമില്ല. ഞാനതേ അളിയനോട് സംസാരിച്ച് ശരിയാക്കാം. മണിക്കുട്ടൻ ചേട്ടാ ഇതിൽ ഇടപെടണ്ട. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി അതങ്ങ് തീരും. പക്ഷെ മൂന്നാമതൊരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ വേറെ ലെവലിലേക്കും. ഇടപെടണ്ട, ഞങ്ങൾ സോൾവ് ആക്കിക്കോളാം. അപ്പൊ നിങ്ങൾ സോൾവ് ചെയ്തല്ലോ? സോൾവ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ സോൾവ് ആക്കിക്കോളാം. സോൾവ് ആക്കണം. അതെ, ഇങ്ങോട്ട് നോക്കി. നീ മാമൻ പറഞ്ഞേ ഇന്ന് ഇവിടെ എന്തോ ആഘോഷമുണ്ട്, സർപ്രൈസ് ഉണ്ട്, പായസം ഉണ്ടെന്നൊക്കെ. എന്താ കാര്യം? രവിയേട്ടൻ സർവീസ് കയറിയിട്ട് 26ാമത്തെ വർഷമാണ്. അതിൻ്റെ ആണോ? അപ്പോൾ പായസം ഉണ്ടാക്കുകയാണോ നീ? ഞാനും കൂടാ, എനിക്കൊരു സന്തോഷമായിട്ട്. എന്താ ഞാൻ കൂടുന്നത് എനിക്ക് സന്തോഷമായി. കുഴപ്പമില്ല. നീ എന്നെ ചേർപ്പ് ചെയ്യാൻ വേണ്ടി കൂടുതൽ പറയണ്ട. കുടിക്കും.
ആ